നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയ്ക്ക് 60-80 ലക്ഷം രൂപ വരുമാനം ഉണ്ടോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച മുഴുവൻ. 69 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയിട്ടും ഇവർ അറിയാതെ പോയത് എന്തുകൊണ്ടാണെന്നും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചാ വിഷയമാണ്. മാത്രമല്ല, എത്രയാണ് ദിയ കൃഷ്ണയുടെ മാസ വരുമാനമെന്നും അറിയാൻ ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. യൂട്യൂബിൽ നിന്നും ബിസിനസ്സിൽ നിന്നുമൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു മാസം ഈ 27-കാരി സമ്പാദിക്കുന്നത്. 1.2 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ദിയയുടെ യൂട്യൂബ് ചാനലിനുള്ളത്. ഗൂഗിളിൻ്റെ കണക്കനുസരിച്ച് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾക്ക് 7.5 ലക്ഷം രൂപ വരെ മാസ വരുമാനമായി ലഭിക്കും. ഗൂഗിൾ പറയുന്നതനുസരിച്ച് 19 മുതൽ 26 ലക്ഷം രൂപ വരെയാണ് ഇവരുടെ മാസവരുമാനം. മാത്രമല്ല, പ്രൊമോഷൻ വീഡിയോകളിലൂടെയും വലിയൊരു തുക തന്നെ ദിയയ്ക്ക് സമ്പാദ്യമായി വരുമാനമായി ലഭിക്കുന്നുണ്ട്. ബ്രാൻഡ് കൊളാബറേഷൻ, സ്പോൺസേർഡ് പോസ്റ്റ്, ഫീച്ചർ അഡ്വർടൈസ്മെന്റ്, യൂട്യൂബ് മോണിറ്റൈസേഷൻ, പ്രൊഡക്റ്റ് ഫീച്ചറിംഗ് തുടങ്ങി അനവധി വരുമാന സ്രോതസ്സുകൾ ദിയയ്ക്കുണ്ട്. ഗൂഗിളിൻ്റെ കണക്കനുസരിച്ച് ഒരു ഇൻസ്റ്റഗ്രാം റീലിന് 1.5 മുതൽ 2 ലക്ഷം രൂപ വരെയും, ഒരു സ്റ്റോറിക്ക് 40,000 മുതൽ 80,000 രൂപ വരെയും, ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് 1 മുതൽ 2 ലക്ഷം രൂപ വരെയും, ബ്രാൻഡ് പാക്കേജുകൾക്ക് 3 മുതൽ 5 ലക്ഷം രൂപ വരെയുമാണ് ഇവർ ഈടാക്കുന്നത്. പ്രീമിയം ബ്രാൻഡുകൾക്ക് ഇതിലും ഉയർന്ന നിരക്കുകളാണ് പല ഇൻഫ്ലുവൻസർമാർക്കും ലഭിക്കുന്നത്. എക്സ്ക്ലൂസീവ് ഷോട്ടുകൾ ഉണ്ടെങ്കിലോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ നിരക്കുകളിൽ വ്യത്യാസം വരാം. ഇതുകൂടാതെ പബ്ലിക് പരിപാടികളിലും വലിയ തുക നൽകിയാണ് സംഘാടകർ ഇവരെ ക്ഷണിക്കുന്നത്. പണം തട്ടിയ സംഭവത്തിൽ ദിയയെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നത്. അതേസമയം ദിയയെ വിമർശിച്ചുകൊണ്ടും അഭിപ്രായങ്ങളുണ്ട്. നികുതി വെട്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് ചിലരുടെ ആരോപണം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൂടുതൽ അന്വേഷണങ്ങൾക്കായി ജീവനക്കാരുടെയും ദിയയുടെയും ബാങ്ക് രേഖകൾ പോലീസ് പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. ദിയ കൃഷ്ണകുമാറിൻ്റെ ജീവനക്കാർ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. സഹോദരിമാരെ പോലെ കണ്ട ജീവനക്കാരികളിൽ നിന്നും ഇത്തരമൊരു വഞ്ചന പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ദിയയും പറഞ്ഞു. ജീവനക്കാരികളെ വിളിച്ച് കയർത്ത് സംസാരിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. ഇങ്ങനെ സംസാരിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചും തട്ടിപ്പിനെക്കുറിച്ചും മനസ്സിലാക്കിയതിനെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണ തൻ്റെ വ്ളോഗിലൂടെ പറഞ്ഞിരുന്നു. മാനസികമായി താൻ തകർന്ന അവസ്ഥയിലായിരുന്നുവെന്നും മോശം വാക്കുകൾ ഉപയോഗിച്ചതിൽ പ്രേക്ഷകർ തന്നോട് ക്ഷമിക്കണമെന്നും ദിയ പറഞ്ഞിരുന്നു. താൻ ടാക്സ് വെട്ടിക്കാൻ പറഞ്ഞുവെന്നടക്കം ഇവർ ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ താൻ വിളിച്ച് ദേഷ്യപ്പെടുന്ന സമയത്ത് ഇക്കാര്യമൊന്നും പറയുന്നില്ല. ഈ ഫോൺ സംഭാഷണത്തിൻ്റെ വീഡിയോ എത്തിയതോടെ തൻ്റെ സത്യസന്ധതയാണ് തെളിഞ്ഞതെന്നും ദിയ പറഞ്ഞു.